Hey guys, welcome to my street. എൻ്റെ പേരെടുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു ഭിണ്ടി മസാല. നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പറാണ്. എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അമ്മ പറഞ്ഞുതരും. അപ്പോൾ ഇതാ ഭിണ്ടി മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സവാള, അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായ ചട്ടിയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ചെറിയ ജീരകമാണ് ചേർക്കുന്നത്, ക്യുമിൻ സീഡ്സ്. അതിട്ട ഉടനെ തന്നെ അതങ്ങ് പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കണം. വെണ്ടക്ക ഏകദേശം ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചൊരു വലിയ കഷ്ണം, നമ്മൾ ഈ സാമ്പാറിനൊക്കെ അരിയണത് പോലെ ആണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സവാള ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം ഇല്ലാതെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നന്നായി വഴറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം അന്നേരം പെട്ടെന്ന് ഇതങ്ങ് വഴന്ന് കിട്ടും നമുക്ക്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി അതൊന്ന് മൂടി വെച്ചിട്ട് എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങളൊക്കെ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെണ്ടയ്ക്ക കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ആവശ്യമുണ്ട്. ഏകദേശം ഒരു മീഡിയത്തിനേക്കാളും ഒരു ഇച്ചിരി വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഈ സമയത്ത്, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം മാത്രം മല്ലിപ്പൊടി ചേർക്കുക. അതും നന്നായി വഴറ്റിയതിന് ശേഷം മാത്രം നമ്മൾ മുളകോ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം. വെണ്ടയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, നമുക്ക് എണ്ണയിൽ മൊരിക്കുമ്പോൾ പെട്ടെന്ന് വെണ്ടയ്ക്ക വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മൊരിച്ചെടുക്കുക. ആ മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൊരിയണം. കാരണം കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് മറ്റേ മുളക് പൊടിയേക്കാളും ഇച്ചിരി കൂടെ ഒന്ന് അധികം നേരം ഒന്ന് മൊരിക്കേണ്ടി വരും. അപ്പോൾ എന്നാൽ ഞാൻ തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അടിച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടിഞ്ഞിട്ടില്ല, കുറച്ചൊരു തരിതരിയൊക്കെ ഉണ്ട് അവിടെ ഇവിടെ. അതങ്ങ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് ഇത് കിട്ടാറ്. നമ്മളിപ്പോൾ വീട്ടിൽ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ സ്പെഷ്യൽ ഗ്രേവി ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് ഗ്രേവി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല തിക്ക് ഗ്രേവി തന്നെ ആയിരിക്കും. നമ്മൾ മല്ലിപ്പൊടിയും അതുപോലെ തക്കാളി എല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യാണ്. തക്കാളി ഒരുപാട് പുളിയില്ലാത്ത തക്കാളി ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇനി കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട് ആ ഒരു ക്രീമിനെസ്സിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തക്കാളി വേണം എടുക്കാൻ. നന്നായി പഴുത്തിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതിലേക്ക് കുറച്ചൊരു കസൂരി മെത്തി ഒരു 2 പിഞ്ച് എടുത്തതിന് ശേഷം കയ്യിലൊന്നിങ്ങനെ പൊടിച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കസൂരി മെത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയത്, അത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി ആക്കാം കേട്ടോ ഇതിന് മുന്നേ തന്നെ. ഞാനിപ്പം ഇത് തൈര് ചേർത്തപ്പോൾ കുറച്ച് കട്ടിയായതുപോലെ തോന്നിയത് കൊണ്ട് ഒരു 1/4 കപ്പും കൂടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ആവശ്യമുള്ള ഗ്രേവിയിലേക്ക് ആക്കിയിട്ട് ലാസ്റ്റ് തൈര് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇപ്പം നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ ഗീ റൈസിനും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറി തന്നെയാണ്. ചപ്പാത്തി, പൂരി, അതുപോലെ നാൻ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതിലേക്കായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.